ഏത് രാജ്യത്തിന്റെയും അടിത്തറ എന്ന് പറയുന്നത് സാമ്പത്തിക സുസ്ഥിരത തന്നെയാണ്. സാമ്പത്തികമായി തകർന്നടിഞ്ഞ മുന്നോട്ട് പോകാൻ യാതൊരുവിധ സാധ്യതകളുമില്ലാത്ത ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രത്യയശാസ്ത്രപരമായോ രാഷ്ട്രീയപരമായോ ഒരു ഒരു സുസ്ഥിരത കൈവരിക്കാൻ സാധ്യമല്ല. ഇപ്പോ ഒരർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ വിപ്ലവം കയറ്റി അയക്കുന്നിടത്താണ് ആ രാജ്യത്തിന്റെ തകർച്ച ആരംഭിച്ചതെന്ന് പറയാം. ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും വിമോചന പ്രസ്ഥാനങ്ങൾക്കും ആ രാജ്യം കൈയഴിച്ച് സഹായിച്ചു. അതിന്റെ ദേശീയ ആസ്തികളിൽ വലിയൊരു ശതമാനം അത് വിവിധ രാജ്യങ്ങളിൽ ലോകത്തെല്ലായിടത്തുമുള്ള വിമോചന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയുണ്ടായി. അത് സാങ്കേതിക വിദ്യ കൈമാറ്റവും നേരിട്ടുള്ള സമ്പത്തിന്റെ വിതരണവും ഒക്കെ അതിന്റെ ഭാഗമായിരുന്നു. സമാനമായ രീതിയിൽ വെസ്റ്റ് ഏഷ്യൻ മേഖലയിൽ ഇസ്ലാമിക വിപ്ലവത്തെ കയറ്റുമതി ചെയ്യുക എന്നുള്ളത് ഒരു ഒഫീഷ്യൽ പോളിസി ആയിരുന്നു ഇറാന്റെ. അതിന്റെ ഭാഗമായി ഈ പ്രോക്സികളെ വളർത്തിയെടുത്തതിൽ ദേശീയ ആസ്തികൾ വലിയ രൂപത്തിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇതിനു മുമ്പ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം അമേരിക്കൻ സാങ്ഷൻസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിക വിപ്ലവം കയറ്റി അയക്കുന്നതോട് കൂടി തന്നെ ആ സുന്നി ഷിയ വിഭജനം ശക്തിപ്പെടുകയും പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ള എണ്ണ സമ്പന്നമായ സുന്നി രാഷ്ട്രങ്ങൾ അവര് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ ആധാരമാക്കിയിട്ടുള്ള ഇസ്ലാമിക ജനാധിപത്യം എന്നൊക്കെ പറയുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന സങ്കല്പത്തിലൊക്കെ ആധാരമാക്കിയിട്ടുള്ള വളരെ പുരോഗമനപരമെന്ന് പറയാവുന്ന സങ്കല്പങ്ങളെ ഭയപ്പാടോടുകൂടി കാണുന്ന രാജ്യങ്ങളാണ്. കാരണം അതെല്ലാം ഒന്നുകിൽ കിങ്ഡംസ് ആണ്, അല്ലെങ്കിൽ എമിറേറ്റുകളാണ്. മാത്രമല്ല ഇവയെല്ലാം തന്നെ അമേരിക്കയുടെ പ്രൊട്ടക്ടറേറ്റുകളാണ്. അവരുടെ സാമ്പത്തിക രംഗം പൂർണ്ണമായും അമേരിക്കൻ നിയന്ത്രണത്തിലാണ്. മാത്രവുമല്ല എണ്ണയാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാനം. എണ്ണയുമായി ബന്ധപ്പെട്ട എല്ലാ കച്ചവടവും ഡോളറിലാണ് നടക്കുക. അപ്പം ഡോളറിന്റെ ഹെജിമണി വളരെ കൃത്യമാണ്. അപ്പൊ ഇറാന്റെ ഈ ആശയപരമായ സമരം സ്വാഭാവികമായിട്ടും അവിടുത്തെ എണ്ണ സമ്പന്നമായ ഗൾഫ് രാജ്യങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് അവിടെ സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ശീതയുദ്ധം ഒരു യാഥാർത്ഥ്യമായി മാറിയത്. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ അമേരിക്ക ഇടപെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അമേരിക്കയ്ക്ക് ഇടപെടാൻ സാധിക്കുന്ന ഭൗതികമായ സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് എന്നതുകൂടിയാണ് വാസ്തവം. ഇപ്പോൾ 12 ദിന യുദ്ധം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ. അതിൽ ഇറാന്റെ വളരെ ദുർബലമായ സമ്പദ് വ്യവസ്ഥ വീണ്ടും തകർന്നടിഞ്ഞു എന്ന് നമ്മൾ കാണണം. ആ രാജ്യത്തിന് അതിലെ ജനങ്ങൾക്ക് ഭക്ഷണവും പാർപ്പിടവും ഒക്കെ ഒരുക്കി കൊടുക്കാൻ സാധിക്കണം. അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റാതെ ഏതൊരു തരത്തിലുള്ള ദേശീയതയും പ്രവർത്തനക്ഷമമാവില്ല. അവിടെ പ്രധാനമായും 1979 ഷിയ ദേശീയത, ഷിയ വിപ്ലവം മുന്നോട്ട് വെച്ച ഷിയ തിയോക്രാറ്റിക് നാഷണാലിസമാണ് ആ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ ജനങ്ങളുടെ അതിജീവനത്തിന് ആധാരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അത് പരാജയപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അവരുടെ അതിജീവനത്തിന് മുൻഗണന കൊടുക്കും. അതുകൊണ്ട് ഇപ്പോഴുണ്ടാകുന്ന സമരങ്ങളെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഇടപെടൽ മാത്രമല്ല, ആഭ്യന്തര രംഗത്ത് വികസനവും ജനങ്ങൾക്ക് പ്രാഥമികമായ ജീവിത സൗകര്യങ്ങൾ പോലും ഒരുക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടതുകൊണ്ട് കൂടിയാണ്. ആ പരാജയപ്പെടൽ പ്രധാനമായിട്ടും അവരുടെ റിസോഴ്സസ് എണ്ണയാണ്. ആ എണ്ണ ലോകത്തേക്ക് കയറ്റി അയക്കാൻ കഴിയാത്തതുകൊണ്ടാണെന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ അവിടെയാണ് സാമ്രാജ്യത്തിന്റെ ഇടപെടൽ വളരെ പ്രസക്തമായി മാറുന്നത്. ആ ഭരണകൂടത്തിന്റെ, ഇറാനിലെ ഭരണകൂടത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ സമ്പത്ത് പോലും ദേശീയ ആസ്തികളിൽ നിന്ന് സമാഹരിക്കാൻ പറ്റാത്ത വിധം സമഗ്രമായ ഉപരോധം ചുമത്തി ആ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയും സഖ്യശക്തികളും ഇസ്രായേലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുന്നിൽ കണ്ട് അതിനെ അതിജീവിക്കാൻ പറ്റുന്ന തന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ഗവൺമെന്റ് നേടിയെടുക്കേണ്ടിയിരുന്നത്, ചെയ്യേണ്ടിയിരുന്ന അതാണ്. അതിന് റഷ്യയുടെ സഹായമുണ്ട്, ചൈനയുമായിട്ട് അവർക്ക് നല്ല ബന്ധമാണ്. ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നതിന് പകരം അവരെ നേരിട്ട് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് തന്നെ ഇസ്ലാമിക റവല്യൂഷൻ കയറ്റി അയക്കുന്നതിന് വേണ്ടി വിവിധ രാജ്യങ്ങളിൽ ഒരു ഷിയ നെറ്റ്വർക്ക്, സംഘടിതമായ ഷിയ നെറ്റ്വർക്ക് ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അതിൽ ഇറാഖ് ഉണ്ട്, പിന്നെ സിറിയ, ഈ 3 രാജ്യങ്ങളും പിന്നെ ഹിസ്ബുള്ളയും ഹൂത്തികൾ അടക്കമുള്ള ഇറാന്റെ പ്രോക്സികളെയും ചേർത്ത് പശ്ചിമേഷ്യയെ മൊത്തം നിയന്ത്രിക്കാൻ സാധിക്കും. ആ ദിശയിലേക്ക് അവരുടെ ദേശീയ സമ്പത്തുകൾ വിതരണം ചെയ്യുവാനും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രതിസന്ധി. ഇപ്പോഴത്തെ സംഘർഷത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ബാലൻസ് ഓഫ് പവർ എന്ന സിസ്റ്റത്തിലേക്ക് ലോകം മാറി. ഇപ്പോൾ അമേരിക്കൻ ഇടപെടൽ ഉണ്ടായാൽ അതിനെ ബാലൻസ് ചെയ്യാൻ അവിടെ റഷ്യക്ക് മാത്രമേ കഴിയുള്ളൂ, ഒരു സൈനിക ശക്തി എന്ന നിലയിൽ. പക്ഷെ അത്തരത്തിലൊരു ഇടപെടൽ നടത്താൻ റഷ്യക്ക് സാധിക്കുമോ എന്നുള്ളത് സംശയമാണ്. ഉക്രൈൻ യുദ്ധത്തിൽ കെട്ടപ്പെട്ടു പോയ റഷ്യക്ക് സൈനികമായി ഒരുപക്ഷെ ഇറാനെ സഹായിക്കാൻ സാധിക്കും എന്ന് വരില്ല.
ഇത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്ക വെനിസ്വേലയിലേക്ക് ഇടപെട്ടതുപോലെ അങ്ങേയറ്റത്തെ സാമ്രാജ്യത്വ താല്പര്യം മുൻനിർത്തി നേരിട്ടുള്ള ഒരു ഇടപെടൽ നേരത്തെ സംഭവിച്ചതുപോലെ ഇസ്രായേൽ അമേരിക്ക സഖ്യം ഒരു സാമ്രാജ്യത്വ അധിനിവേശം അവിടെ നടത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനെ എത്രമാത്രം പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളത് ആശങ്കാകുലമായ കാര്യമാണ്.